ഒരിക്കൽ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ മദീനത്തെ പള്ളിയിൽ പ്രഭാഷണം നടത്തും. അവിടുത്തെ പ്രഭാഷണത്തിൽ ഊന്നി സംസാരിക്കുന്നത് അലാ ലാ തുഗാലു ഫി സദഖാത്തിൻ നിസാ, നിങ്ങൾ സ്ത്രീകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന മഹർ അത് വർദ്ധിപ്പിക്കാൻ പാടില്ല. വലിയ അളവിൽ പലരും മഹർ കൊടുത്തതുകൊണ്ട് പലർക്കും പ്രയാസങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഫമൻ സാദ അലാ 400 ദിർഹമിൻ ജഅൽതു സിയാദത ഫീ ബൈത്തിൽ മാൽ, 400 ദിർഹമിനേക്കാൾ ആരെങ്കിലും മഹർ വർദ്ധിത മൂല്യമായി കൊടുക്കുകയാണ് എങ്കിൽ, വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ബൈത്തുൽ മാലിലേക്ക് നീക്കം ചെയ്യും എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പ്രഭാഷണമൊക്കെ കഴിഞ്ഞു, വീട്ടിലേക്ക് എല്ലാവരും പിരിഞ്ഞുപോയി. കുടുംബത്തിൽ എന്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത് ചർച്ചയുണ്ടാകുമല്ലോ. ചർച്ചകൾ തുടർന്നു. അന്നേരമാണ് ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്നത്. അവിടെ നിന്ന് ചോദിക്കുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ അതംനഉനാ മാ അഅതാന അല്ലാഹു ഫീ കിതാബി, പടച്ച തമ്പുരാൻ അവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല നൽകിയ ഒരു അവകാശത്തെ അങ്ങില്ലാതെയാക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പെട്ടെന്ന് മനസ്സിലായില്ല. ചോദിച്ചു, എന്താണ് ഞാൻ നിങ്ങളുടെ അവകാശ നിഷേധം നടത്തിയത്? അമാ സമയത്ത് അല്ലാഹു യഖൂൽ വആതൈതും ഇഹ്ദാഹുന്ന ഖിൻതാറൻ ഫലാ തഅഖുദൂ മിൻഹു ശൈആ, നിങ്ങൾ നിങ്ങളുടെ ഇണകളായി വരുന്ന ഭാര്യമാർക്ക് വലിയ ഒരു നിധിയാണ് കൊടുക്കുന്നതെങ്കിൽ പോലും അതിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് ഒന്നും വാങ്ങരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. അത്രമാത്രം കൊടുക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് നിങ്ങൾ 400 ദിർഹമിനേക്കാൾ ആരെങ്കിലും കൊടുത്താൽ അത് ബൈത്തുൽ മാലിലേക്ക് നീക്കം ചെയ്യുമെന്ന ഒരു നിയമം കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആര് അധികാരം തന്നു എന്ന് ഖുറൈശികളിൽപ്പെട്ട പ്രമുഖയായ ഒരു വനിത മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ചോദ്യം ചെയ്യുകയാണ്. അന്നേരം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാ, കുല്ലു അഹദിൻ അഫ്ഖഹു മിൻ ഉമർ അല്ലാഹുമ്മ ഗഫറൻ കുല്ലു നാസി അഫ്ഖഹു മിൻ ഉമർ കുല്ലു നാസി അഅലമു മിൻ ഉമർ, ജനങ്ങളെല്ലാം വിവരമുള്ളവരാണ്, ജനങ്ങളെല്ലാം ഈ ഉമറിനേക്കാൾ എത്ര പണ്ഡിതരാണ്, എത്ര വിജ്ഞാനമുള്ളവരാണ്, ജ്ഞാനികളാണ്, അവരെക്കാൾ വിവരം കുറഞ്ഞു പോയല്ലോ എനിക്ക്, എന്റെ കയ്യിൽ തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് തിരുത്താൻ മുതിർന്നു മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വീട്ടിലേക്ക് പോയ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് പള്ളിയിലേക്ക് തന്നെ വന്നു, ജനങ്ങളെ സംഘടിപ്പിച്ചു, പ്രഭാഷണം തുടർന്നു. തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ഇന്നി കുന്തു നഹൈതുകും അൻ തസീദു നിസാഅ ഫീ സദഖാതിഹിന്ന അലാ 400 ദിർഹമിൻ, 400 ദിർഹമിനേക്കാൾ നിങ്ങൾ ആരും ഒരു നയാ പൈസ പോലും ഏറ്റിക്കൊടുക്കരുത് എന്ന് കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞത് ഇവിടെ വെച്ച് തിരുത്തുകയാണ്. ഫമൻ ശാഅ അൻ യുഅ്തിയ മിൻ മാലിഹി മാ അഹബ്ബ ഫൽയഫൽ, അതിനേക്കാൾ കൊടുക്കാൻ കഴിയുന്നവർ ആവതുള്ളവർ കൊടുത്തുകൊള്ളട്ടെ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഭരണാധികാരികൾ തങ്ങളുടെ നിയമങ്ങൾ എടുക്കുമ്പോൾ ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശവും, ഒരു ഉത്തരവാദിത്തത്തോടുകൂടെയുള്ള ഭരണാധികാരി സത്യവും നീതിയും അംഗീകരിക്കാനുള്ള മനോഭാവവുമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ചരിത്രം കൊണ്ടുവന്നു തരുന്നത്. ഇങ്ങനെയുള്ള ധാരാളം ചരിത്രങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമടക്കമുള്ള ഇസ്ലാമികമായ ഖിലാഫത്തുകൾ നിലനിന്ന കാലഘട്ടത്തിൽ നിന്ന് വായിക്കാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഗാന്ധിജി പോലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം, ആ ഒരു സിസ്റ്റം ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചത്. എന്നാൽ ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? ജന്തർ മന്തർ കത്തിയെരിയുകയാണ്, പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സിസ്റ്റത്തിനെതിരെ ചോദ്യം ചെയ്യാൻ ഈ നാട്ടിലെ ചെറുപ്പക്കാർ, വിശിഷ്യ വിദ്യാർത്ഥികൾ മുതിർന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെയാണ് നമുക്ക് ഖലീഫമാരുടെ ജീവിത ചരിത്രങ്ങളും ഇസ്ലാമികമായ പാഠങ്ങളും വായിക്കാനുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, തങ്ങൾക്ക് ലഭിക്കേണ്ട നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ സോനം വാങ്ങിച്ചു 26 ദിവസമായി നിരാഹാരത്തിലാണ്. ഇന്ന് അവസാനിപ്പിച്ചു. ഇനിയും പറഞ്ഞ വാഗ്ദത്തങ്ങൾ പാലിച്ചില്ലെങ്കിൽ തന്റെ ദൗത്യം താൻ നിർവഹിക്കുമെന്ന് അദ്ദേഹം ശഠിച്ചു പറഞ്ഞിരിക്കുകയാണ്. നാനാഭാഗം വിദ്യാർത്ഥികളും രാജ്യത്തിന്റെ വിവിധ ദിക്കുകളിലുള്ള വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, യുവാക്കൾ ഇന്ന് ഡൽഹിയെ ലക്ഷ്യമാക്കി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇന്നും ഇന്നലെയും തുടങ്ങിയ സിസ്റ്റത്തിന്റെ ചോർച്ചയല്ല,
10 വർഷക്കാലമായി 152ഓളം വരുന്ന ചോദ്യപേപ്പറുകൾ ചോർന്നു എന്നാണ് ഇന്നലെയുള്ള പത്രമാധ്യമങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ സിസ്റ്റം തന്നെ തകരാറിലായിക്കൊണ്ടിരിക്കുന്നു. എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ തകരാറിലായിക്കൊണ്ടിരിക്കുന്നു. അതിനെ നേരെയാക്കാൻ വിദ്യാർത്ഥികൾ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഈ സമരം ചെയ്യുന്നവരോട് ഏത് വിധത്തിലാണ് ഇവിടുത്തെ ഭരണകൂടം തികച്ചും വ്യത്യസ്തമായ രൂപത്തിലാണ് സമീപിക്കുന്നത്. അവർ ഭീകരവാദികളാണെന്നും തീവ്രവാദികളാണെന്നും അവർ ഈ രാജ്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണെന്നും അവർ മറ്റെന്തൊക്കെയോ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി ആനുകൂല്യങ്ങൾ പിൻപറ്റുന്നതിന് വേണ്ടി ഈ രാജ്യത്തിന്റെ സിസ്റ്റത്തെ തകർക്കുന്നതിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയവരാണ് എന്നും പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് ദണ്ഡുകൾ ഉപയോഗിച്ച് പേപ്പട്ടിയെ തല്ലുന്നത് പോലെയാണ് തല്ലുന്നത്. നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ വായിക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല യഥാർത്ഥത്തിൽ നീതി നടപ്പിലാവാതെ വരുന്നത്. ഇന്നിപ്പോൾ വലിയ ഒരു സമരമായി വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങിയത് കൊണ്ടാണ് അത് ചൂടുപിടിച്ചത്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ വരുന്ന ഓരോ തീരുമാനങ്ങളും, വിശിഷ്യ ന്യൂനപക്ഷങ്ങൾക്ക് വരുന്ന ഓരോ തീരുമാനങ്ങളും പലപ്പോഴും അനീതിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ്. വോട്ടർ പട്ടികയിലും അതുപോലെ തന്നെ പൗരത്വ രജിസ്ട്രേഷനിലായാലും ബാലറ്റ് പേപ്പറിലായാലും ഒക്കെ പലരും പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നീതി നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് ലോകത്ത് സംഭവിക്കുക? അസ്വസ്ഥമായിരിക്കും അവരുടെ ജീവിതം, അസമാധാനമായിരിക്കും, സമാധാനം നഷ്ടപ്പെടും. നിങ്ങൾ ആലോചിച്ചു നോക്ക്, 2 ദിവസമായി ഇപ്പൊ നമ്മുടെ മക്കൾ സ്കൂളുകളിൽ പോയിട്ടില്ല, വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ പഠിക്കേണ്ട 2 ദിവസത്തെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറുകളാണ് നഷ്ടപ്പെട്ടത്. പക്ഷെ അതൊരു സിസ്റ്റത്തെ നേരെയാക്കുന്നതിന് വേണ്ടിയാണ് എങ്കിൽ നമുക്കത് ചേർത്ത് പിടിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ നീതിക്ക് വേണ്ടി ശബ്ദിക്കുകയും ആ നീതി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്യേണ്ടി വരും. അതിലെല്ലാവരും ഭാഗമാക്കാൻ വേണ്ടതുണ്ട്. എന്നാൽ ഇവിടെയാണ് ഇസ്ലാമിന് പറയാനുള്ളത്, മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത്. ഇസ്ലാമികമായ ഭരണാധികാരികൾ നിലകൊണ്ടിടത്ത്, ഇസ്ലാമികമായ ഒരു മനുഷ്യൻ ജീവിക്കുന്നിടത്ത്, ഇസ്ലാം ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിൽ നീതി നടപ്പിലാക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്കർഷിച്ച കാര്യമാണ്. നീതിയിൽ ഒരു വിട്ടുവീഴ്ചയും ഒരാൾക്കും ചെയ്യാൻ പാടില്ല. ഓരോ വെള്ളിയാഴ്ചയും ഖുതുബ അവസാനിക്കുന്ന അവസരത്തിൽ ഓതുന്ന ആയത്തേതാ? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നിങ്ങളോട് നന്മ ചെയ്യാനും നീതി നടപ്പിലാക്കാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്നാണ്. ഓരോ വെള്ളിയാഴ്ചയും ഇത് ഓരോ മുഅ്മിനിനെയും ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണ് എന്നറിയുമോ? നമസ്കാരവും നോമ്പും സക്കാത്തും പോലെ തന്നെയാണ് നീതി നടപ്പിലാക്കുക എന്നത് ഓരോരുത്തരുടെയും പേഴ്സണലി ഉത്തരവാദിത്തമാണ്. ഓരോരുത്തർക്കും അല്ലാഹു കൊടുത്ത ഉത്തരവാദിത്തങ്ങൾ അതൊരു പക്ഷേ കുടുംബത്തിൻ്റെതാവാം, ഒരു നാടിൻ്റെതാവാം, ഒരു സംസ്ഥാനത്തിൻ്റെതാവാം, ഒരു രാജ്യത്തിൻ്റെതാവാം. എവിടെയാണോ ഞാനുള്ളത് അവിടെ നീതി കിട്ടേണ്ടവർക്ക് നീതി നടപ്പിലാക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നീതി നടപ്പിലാക്കാൻ പറഞ്ഞത് നമ്മൾ വായിക്കുകയാണ് എങ്കിൽ, പഠിക്കുകയാണെങ്കിൽ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് വലൗ അലാ അൻഫുസികും വബിൽ വാലിദൈനി വൽ അഖറബീൻ. നിങ്ങൾ നീതി നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്ന വാക്ക് വലൗ അലാ അൻഫുസികും, അത് നിങ്ങൾക്കെതിരാണ് വരുന്നത് എങ്കിലും. ഒരു തീരുമാനമെടുക്കുന്ന അവസരത്തിൽ ഒരു പക്ഷേ ആ തീരുമാനങ്ങളുടെ നിലകൊണ്ടാൽ, ആ തീരുമാനമെടുത്താൽ എനിക്കെതിരായിരിക്കും വിധി വരിക എങ്കിൽ പോലും ഞാൻ ആ തീരുമാനം എടുക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിലപാട്. അല്ലാഹു കൽപ്പിക്കുകയാണ്, അവിൽ വാലിദൈൻ, നിങ്ങളെ പ്രസവിച്ച ഉമ്മയും നിങ്ങൾക്ക് എല്ലാം നൽകിയ നിങ്ങളുടെ വാപ്പയും നിങ്ങളുടെ ചോരകളായി അറിയപ്പെടുന്ന വല്ലഖറബീൻ ബന്ധുമിത്രാദികളും അവർക്കെതിരാണ് തീരുമാനമെടുക്കേണ്ടി വന്നതെങ്കിൽ പോലും നിങ്ങളാണ് ആ തീരുമാനമെടുക്കേണ്ട സ്ഥാനത്തുള്ളത് എങ്കിൽ നിങ്ങൾ അവരെ മുഖം നോക്കാതെ തീരുമാനമെടുക്കണം. നീതിയുടെ വിഷയത്തിൽ വെള്ളം ചേർക്കാതെ എന്താണോ അവിടെ നീതിയായി നടപ്പിലാക്കേണ്ടത് നടപ്പിലാക്കണം എന്നാണ് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അതങ്ങനെ നടപ്പിലാക്കാനാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തുനിഞ്ഞത്. ഒരിക്കൽ മഖ്സൂമിയ എന്ന് പറയുന്ന ഗോത്രത്തിലെ ഒരു പെണ്ണ്, അറിയപ്പെട്ട ഗോത്രമാണ്. ആ പെണ്ണ് ഒരു കളവ് കേസിൽ പ്രതിയായി, കട്ടെടുത്തു.
അതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റെക്കമെൻഡേഷൻ നടത്തിയിട്ട് ചില ആളുകൾ മുഖേന ആ കേസ് ഒന്ന് ഒഴിവാക്കി തരാൻ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കള്ളിയുണ്ട് എന്ന് ജനങ്ങൾ അറിഞ്ഞാൽ, കൈമുറിച്ച് കളഞ്ഞാൽ അതെങ്ങനെയാണ് കൈമുറിച്ചത് എന്ന് നാളെ ചോദിക്കുമ്പോൾ അത് കളവ് നടത്തിയതിന്റെ പേരിലാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അപമാനം സഹിക്കാൻ കഴിയൂല. ഒരു റെക്കമെൻഡേഷൻ നടത്തിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത് വഅയ്മുല്ലാഹി ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ. എന്റെ കരളിന്റെ ഘട്ടമായി ഫാത്തിമയുണ്ടല്ലോ, ആ ഫാത്തിമയാണ് കക്കുന്നതെങ്കിൽ, കളവ് നടത്തുന്നതെങ്കിൽ അവരുടെ കൈ ഞാൻ മുറിച്ചു കളയും എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു നീതിയുടെ നിസ്തുല നിദർശനമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം നീതി നടപ്പിലാക്കാൻ പറഞ്ഞത് അങ്ങനെയാണ്. എത്രത്തോളം എന്നാൽ ആദർശ ശത്രുക്കളാണ് അപ്പുറത്ത് നിൽക്കുന്നതെങ്കിൽ പോലും നീതി നടപ്പിലാക്കാൻ. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വാ. അപ്പുറത്തുള്ളത് നമ്മുടെ മതസ്ഥനല്ല, അപ്പുറത്തുള്ളത് നമ്മുടെ പാർട്ടിക്കാരനല്ല, അപ്പുറത്തുള്ളവൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവനല്ല എന്നതിന്റെ പേരിൽ നിങ്ങൾ നീതി നടപ്പിലാക്കുന്ന അവസരത്തിൽ ഒരണുമണി തൂക്കം അനീതി കടന്നു വരാൻ പാടില്ല എന്ന് ഖുർആൻ ആണയിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതൊന്നും നിങ്ങളെ സ്വാധീനം ചെലുത്താൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇവിഷയകമായി ഖുർആനിൽ ഇറങ്ങിയ 7 സൂക്തങ്ങളുണ്ട്. ആരുടെ വിഷയത്തിലാണ് ഇറങ്ങിയത് എന്നറിയോ? ഒരു ജൂതന്റെ വിഷയത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ബനൂ ലഫർ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ അൻസാരിയായ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തുഅമത്ത് ബിൻ ഉബൈരിക് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മുസ്ലിം ആയിരുന്നു എന്ന് അദ്ദേഹം തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ അങ്കി മോഷ്ടിച്ചു. ആ അങ്കി ഉണ്ടായിരുന്നത് ഒരു പാത്രത്തിലായിരുന്നു. ആ പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു. ഈ അങ്കി മോഷ്ടിച്ച് ഇദ്ദേഹം തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ വീട്ടിൽ വെച്ചപ്പോൾ അദ്ദേഹത്തിന് പന്തി തോന്നി, എന്റെ വീട്ടിലെങ്ങാനും അന്വേഷിച്ച് ആരെങ്കിലും എത്തിയാലും അദ്ദേഹം തന്റെ സുഹൃത്തായിരുന്ന ഒരു യഹൂദിയുടെ വീട്ടിൽ കൊണ്ടുപോയി അമാനത്തായി നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ തുഅമത്ത് എന്ന് പറയുന്ന വ്യക്തിയെ ജനങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ അന്ന് അദ്ദേഹം കൊണ്ടുപോയ ആ അങ്കി കൊണ്ടുപോയിരുന്ന ഒരു കവർ, ആ കവറിൽ നിന്ന് പൊട്ടി വീണിരുന്ന ചില ഗോതമ്പ് പൊടികൾ അത് സ്കെച്ച് ചെയ്യപ്പെട്ടു. ആ വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്നിടത്താണ് ഇതെല്ലാം വീണുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, തന്റെ കുടുംബക്കാരനായ ഈ മനുഷ്യൻ പറഞ്ഞു, എന്റെ അങ്കി കൊണ്ടുപോയവന്റെ വീടായിരിക്കാം ഇത്, സാധ്യതയുണ്ട്. വീട്ടിൽ കയറി അന്വേഷിച്ചു. തുഅമത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അങ്കി എടുത്തിട്ടില്ല, എനിക്കെന്തിന് നിങ്ങളുടെ അങ്കി വേണം? അദ്ദേഹം ആണയിട്ട് പറഞ്ഞു. പിന്നീട് അന്വേഷണം എത്തിപ്പെട്ടത് ഈ യഹൂദിയായ മനുഷ്യന്റെ വീട്ടിലാണ്. യഹൂദിയുടെ വീട്ടിലെത്തിപ്പെട്ടപ്പോൾ ജനങ്ങൾ അതാ അവിടെ നിന്ന് അങ്കി കണ്ടുപിടിച്ചു. അപ്പൊ ജനങ്ങൾ എല്ലാവരും പറഞ്ഞു, ഈ യഹൂദിയായ മനുഷ്യനാണ് കളവ് നടത്തിയിട്ടുള്ളത് എന്ന്. അന്നേരം കളവ് നടത്തിയ യഹൂദിയായ മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഹാജരാക്കാൻ ജനങ്ങളൊക്കെ ആവശ്യപ്പെട്ടു. യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു, ഞാനല്ല കട്ടെടുത്തത്, എന്റെ അടുക്കൽ തുഅമത്ത് കൊണ്ടുവന്നതാണ്. അവിടെ കലഹങ്ങളുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു തീരുമാനം പറയാൻ. സാഹചര്യ തെളിവുകൾ നിലനിൽക്കുന്നത് യഹൂദിക്കെതിരാണ്. കാരണം യഹൂദിയുടെ വീട്ടിലാണ് ഇപ്പോൾ അങ്കിയുള്ളത്. നഷ്ടപ്പെട്ട വ്യക്തി പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടിയത് ഈ യഹൂദിയുടെ വീട്ടിൽ നിന്നാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഹ്നു നഹ്കുമു ബിൽ ളവാഹിർ എന്നല്ലേ അവിടുത്തെ സാഹചര്യ തെളിവുകൾ വെച്ച് വിധിക്കാൻ എന്ന സാഹചര്യത്തിൽ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയത്തുമായി ഇറങ്ങി വരികയാണ്. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖി ലിതഹ്കുമ ബൈനൻ നാസി ബിമാ അറാക വസ്തഗ്ഫിരില്ലാഹ് ഇന്നല്ലാഹ് എന്ന് പറയുന്ന ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയാണ്. എന്നിട്ട് പടച്ച തമ്പുരാൻ 7 സൂക്തങ്ങളിലായിട്ട് ഈ വിഷയത്തിൽ വിശദമായ വിശദീകരണം നൽകുകയും ആ യഹൂദിക്ക് അനുകൂലമായ തീരുമാനമെടുക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രതിസ്ഥാനത്തുള്ളത് ആരാണ്? ഒരു യഹൂദിയാണ്, ഇസ്ലാമിന്റെ ശത്രുവാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നീതി നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ അപ്പുറത്ത് നിൽക്കുന്നത് ഇന്ന പാർട്ടിക്കാരനാണെന്നോ ഇന്ന വിശ്വാസക്കാരനാണെന്നോ ഒരിക്കലും അതിലൊരു സ്വാധീനം കടന്നു വരരുത് എന്ന് പ്രഖ്യാപിച്ച മതമാണ് ഇസ്ലാം. അങ്ങനെ അവിടെ അന്ന് ആ മുസ്ലിമായ വ്യക്തിക്കെതിരെ തീരുമാനമെടുക്കുകയും യഹൂദിക്ക് അനുകൂലമായി കൊണ്ട് വിധി പ്രസ്താവിക്കുകയും ചെയ്തു ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നിങ്ങൾ ആലോചിച്ചു നോക്ക്. എന്നാൽ ഇന്ന് നീതി ലഭിക്കാതെ
ഇന്ന് നീതി ലഭിക്കാതെ നീതിക്ക് വേണ്ടി നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ. ഇന്നതിന്റെ പീക്ക് ലെവലിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ, നമുക്ക് എന്തെല്ലാം സപ്പോർട്ടുകൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നു അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. ഒരുപക്ഷെ നമുക്ക് അവിടെ ചെന്ന് അവരുടെ കൂടെ ജന്തർ മന്ദറിൽ ഇരുന്നു കൊണ്ട് സമരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് ഉതകും വിധത്തിൽ, അവരെ പ്രോത്സാഹനം നൽകുന്ന വിധത്തിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരു സിസ്റ്റം തകരാറിലായി കൊണ്ടിരിക്കുന്ന സമയത്ത് ചോദ്യം ചെയ്യാനെങ്കിലും ഞാൻ മുതിർന്നു, എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അതിൽ ഭാഗവാക്കായി അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നെങ്കിലും പറയാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീതി നടപ്പിലാക്കാൻ ഇസ്ലാം അത്രമാത്രമാണ് നമ്മോട് ആവശ്യപ്പെട്ടത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെന്ന് പറഞ്ഞത്, അഫ്ദലുൽ ജിഹാദി കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഇർ. സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കാതെ നിവർന്നു നിന്നുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയുന്നവനാണ് ഏറ്റവും വലിയ ജിഹാദിന്റെ ഉടമയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം എന്നറിയോ? ഈ ലോകത്ത് ആ നീതി നടപ്പിലാക്കാനും അതുപോലെയുള്ള സ്വേച്ഛാധിപതികൾക്ക് മുന്നിൽ വന്ന് ഉച്ചസ്ഥരം കാര്യങ്ങൾ പ്രഖ്യാപിക്കാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥം ഇറക്കിയതും അവിടുന്ന് പ്രവാചകന്മാരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതും. ഇങ്ങോട്ട് ലോകത്തേക്ക് പറഞ്ഞയച്ചത് അതിനായിരുന്നു. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാന ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത്. ജനങ്ങൾ നീതിപൂർവം നടന്നു പോകാൻ, കഴിഞ്ഞുകൂടാൻ, സ്വസ്ഥമായ ജീവിതം അവർക്ക് ലഭിക്കാൻ ഇതിനു വേണ്ടിയാണ് പ്രവാചകന്മാരെ അയച്ചത്. അതുകൊണ്ട് തന്നെയാണ് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ളവരോട് ശുഐബ് നബി ആവശ്യപ്പെട്ടത്, ഊഫുൽ കൈല വലാ തകൂനു മിനൽ മുഖ്സിരീൻ. നിങ്ങൾ ഒരിക്കലും തന്നെ അളവ് തൂക്കങ്ങളിൽ വ്യത്യാസം വരുത്താൻ പാടില്ല. അന്നത്തെ കാലഘട്ടത്തിൽ അളന്ന് തൂക്കം കൊടുക്കുന്ന അവസരത്തിൽ വ്യത്യാസം നടത്തുന്ന ആളുകളായിരുന്നു. അവർക്കെതിരെ ശക്തമായി ശബ്ദിച്ചു. ഫിർഔൻ പാവപ്പെട്ട ജനങ്ങളെ അടിച്ചമർത്തി തന്റെ അധികാരത്തിന്റെ ഹുങ്കാരത്തിൽ ആ ജനങ്ങളെ മുഴുവനും എരിച്ചമർത്തിക്കൊണ്ട് വളരെ പ്രയാസം സൃഷ്ടിച്ചിരുന്ന സാഹചര്യത്തിലാണ് മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കുന്നത്. ആ ഫിർഔനിനെതിരെ പോരാടാനാണ്, ശബ്ദിക്കാനാണ്, അനീതിക്കെതിരെ ശബ്ദിച്ച് നീതി വേണ്ടവർക്ക് വാങ്ങിക്കൊടുക്കാനാണ്. പാവപ്പെട്ട അധസ്ഥിതരായ വിഭാഗം ആളുകൾക്ക് അവരുടെ നീതി നിഷേധത്തിന്റെ മുന്നിൽ നിവർന്നു നിന്നുകൊണ്ട് സമരരംഗത്ത് മുന്നിൽ നിൽക്കാനാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അധികാരം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അഹങ്കരിക്കാനുള്ളതല്ല. അധികാരം എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അവിടുന്ന്, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി എന്ന്. ഒരു നിലക്കും നമുക്ക് നാളെയുടെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയാത്ത വലിയ വിഷയമാണ് അനീതി പ്രവർത്തിക്കുക എന്നത്. അതുകൊണ്ട് ഒരാളും, ഒരു മുഅ്മിനായ മനുഷ്യനും ഒരാളോടും അനീതി പ്രവർത്തിക്കാൻ പാടില്ല. എത്രത്തോളം എന്നാൽ വിധി നടപ്പിലാക്കുന്ന അവസരത്തിൽ ഒരാൾ ദേഷ്യപ്പെട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ, ഒരു ഹാക്കിം, ഒരു ഖാദി, ഒരു വിധി നടപ്പിലാക്കുന്ന ജഡ്ജ് ദേഷ്യപ്പെട്ടിരിക്കുന്ന അവസരമാണെങ്കിൽ തങ്ങൾ പറയുകയാണ്, ലാ യഖ്ദിയന്ന ഹഖമും ബൈന തനീനി വഹുവ ഗളബാൻ. ദേഷ്യത്തിലായിരിക്കാൻ നിങ്ങൾ വിധി പ്രസ്താവന നടത്താൻ പാടില്ല. കാരണം തന്റെ ദേഷ്യം ഒരു പക്ഷേ അതിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളുടെ കുടിൽ മുതൽ കൊട്ടാരം വരെയുള്ള വിഷയങ്ങളിൽ നീതി നടപ്പിലാക്കണം എന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ആ നീതി ഇല്ലാതെ പോയാൽ ഇവിടെ സിസ്റ്റം തകർന്നു പോകും. അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ മക്കൾക്കിടയിൽ പോലും അനീതി ഉണ്ടാവരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖുല്ലാഹ വഅദിലു ബൈന ഔലാദിക്കും. നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പുലർത്തണമെന്ന്. ചിലരൊക്കെ ഉണ്ടാവും, ചില വസ്തുക്കളൊക്കെ വീതം വെക്കുന്ന സമയത്ത് ഇന്ന മകന് കുറച്ച് കൂടുതൽ കൊടുക്കുന്നു, ഇന്നവളോട് കൂടുതൽ സ്നേഹം. അരുത് എന്നാണ് അവിടെ നിന്ന് പഠിപ്പിച്ചത്. എന്ന് മാത്രമല്ല, നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, എന്നെയും കൂട്ടി എന്റെ പിതാവ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു. ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ ഇന്നി നഹൽതു ബിനി ഹാദാ ഗുലാമ. എന്റെ ഈ മോനെ ഞാനിതാ ചില സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചില വസ്തുക്കളൊക്കെ അവന്റെ പേരിൽ എഴുതി വെക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുകയാണ്, അകുല്ല വലദിക നഹൽത മിസ്ല. നിന്റെ എല്ലാ മക്കൾക്കും ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞില്ല. എങ്കിൽ ആ കൊടുത്തത് തിരിച്ചു വാങ്ങിക്കോ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ നിന്റെ ഏർപ്പാടിൽ സാക്ഷി നിൽക്കാൻ എന്റെ അടുക്കലേക്ക് നീ വരേണ്ടതില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളിൽ നിന്ന് തുടങ്ങണം. എത്രത്തോളം എന്നാൽ ഒരു മുസ്ലിമായ മനുഷ്യന് 4 വിവാഹം വരെ കഴിക്കാൻ പറ്റും.
4 വിവാഹം വരെ അവന് കഴിക്കാൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നിടത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുന്നത് എന്താ? ഫൈന ഖഫ്തും അല്ലാ തഅദിലു ഫവാഹിദ. നിങ്ങൾക്ക് നീതി പുലർത്താൻ കഴിയില്ല എങ്കിൽ ഒന്നിൽ നിങ്ങൾ ചുരുക്കിക്കൊള്ളണം എന്നാണ് പറയുന്നത്. അത്രയും നീതി നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, അങ്ങനെ നമ്മൾ എവിടെയൊക്കെയാണോ നമുക്ക് അധികാരമുള്ളത്, നമ്മൾ വിധി നടത്തേണ്ടത്, അവിടെയെല്ലാം വളരെയധികം നീതിപൂർവമായ വിധിയായിരിക്കണം നടപ്പിലാക്കേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ സിസ്റ്റം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ജന്തർ മന്ദറിലെ ആളുകളോട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. നമുക്കവിടെ പോവാൻ കഴിഞ്ഞില്ലെങ്കിലും അവരോട് എന്തെല്ലാം വിധത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയയും നമ്മുടെ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം വിധത്തിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നുവോ ആ സപ്പോർട്ട് കൊടുക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. വരുന്ന ഭാവി തലമുറയുടെ വിദ്യാഭ്യാസ സംരക്ഷണത്തിനും നമ്മുടെ ഭാവിയുടെ വരദാനങ്ങളായ നമ്മുടെ യുവ സുഹൃത്തുക്കളുടെ വിജയത്തിന് വേണ്ടിയുള്ള ഐക്യദാർഢ്യമാണ് അത് എന്നുകൂടി ഓർമ്മപ്പെടുത്തി സംസാരം ചുരുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും സ്വീകരിക്കുമാറാവട്ടെ.